അള്ളാഹു ബനു ഇസ്രായേലിന് അനേകം നിഅമത്തുകൾ ചെയ്തിട്ടും അവർ നന്ദി ചെയ്യേണ്ടതിന് പകരം കുഫർ ചെയ്തു എന്നും അവരോട് ചെയ്ത കരാറുകളൊക്കെ അവർ ലംഘിച്ചു, അവർക്കൊരുപാട് നിഅമത്തുകൾ ചെയ്തിട്ട് അതിനൊക്കെ അവർ കുഫർ ചെയ്തു, ഇതൊക്കെ കാണിച്ചു തരുന്നത് യഥാർത്ഥത്തിൽ അവർക്ക് ഈമാൻ തന്നെ ഇല്ല എന്നുള്ളതാണ്. അവർ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഞങ്ങൾ വിശ്വാസികളാണ്, ഞങ്ങൾ മുസ്ലിഹീങ്ങളാണ് എന്നൊക്കെ പറയുമെങ്കിലും പ്രവാചകനോട് പറയാണ്, അമിനന്നാസിമൈ യഖൂലു ആമന്ന എന്ന് പറഞ്ഞാണല്ലോ തുടങ്ങിയത്. ജനങ്ങളിലുണ്ട് ഒരു കൂട്ടം ആളുകൾ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുന്ന. അതുപോലെ അവരോട് നിങ്ങൾ ഫസാദ് ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഞങ്ങൾ നല്ല ആൾക്കാരാണ് എന്നൊക്കെയാണ്. പക്ഷെ അള്ളാഹു പറയുന്നത് അവർക്ക് സത്യത്തിൽ ഈമാൻ തന്നെ ഇല്ല. അത് നമുക്ക് കാണിച്ചു തരികയാണ്. അവരോട് ചെയ്ത കരാറുകൾ അവർ ലംഘിച്ചു, അവർക്ക് അള്ളാഹു ചെയ്ത നിഅമത്തുകൾക്ക് അവർ ശുക്ർ ചെയ്യേണ്ടതിന് പകരം അവർ കുഫർ ചെയ്തു. പിന്നീട് അള്ളാഹു അവർക്ക് കൊടുക്കുന്ന ശിക്ഷകളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. നമ്മളിപ്പോൾ അവസാനിപ്പിച്ച ആയത്തിൽ പറയുന്നതും അവർ അള്ളാഹുവിൻ്റെ കോപത്തിന് ഇരയായി എന്നാണ്. നമ്മൾ ഹിദായത്ത് ചോദിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് വേണ്ടത് നിൻ്റെ കോപം സമ്പാദിച്ചവരുടെ മാർഗമല്ല, വഴിതെറ്റിപ്പോയ ആളുകളുടെ മാർഗവുമല്ല. അള്ളാഹു പറയുന്നു, ബാഉ വബാഉ ബി ഗളബിൻ മിനല്ലാഹ്, അവർ അള്ളാഹുവിൻ്റെ കോപം സമ്പാദിച്ചു. അപ്പം അവർക്ക് ഈമാൻ തന്നെ ഇല്ല എന്ന് പറയുകയാണ്. അതിനുശേഷം അള്ളാഹു വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയിലേക്കാണ് ശ്രദ്ധ ക്ഷണിക്കുന്നത്. അള്ളാഹു പറയുന്നത് ഏതെങ്കിലും കമ്മ്യൂണിറ്റിയിൽപ്പെട്ടതുകൊണ്ട് കാര്യമില്ല ഈമാൻ്റെ വിഷയത്തിൽ, അത് മുഹമ്മദ് നബിയുടെ കൂടെ കൂടിയതുകൊണ്ടും കാര്യമില്ല, യഹൂദരായതുകൊണ്ടും നസാറാക്കളായതുകൊണ്ടും ഒന്നും കാര്യമില്ല. യഥാർത്ഥത്തിലുള്ള ഈമാൻ, അള്ളാഹുവിൽ ഈമാനും അള്ളാഹുവിൻ്റെ കിതാബിലും അള്ളാഹുവിലും റസൂലിലൊക്കെയുള്ള ഈമാൻ. അള്ളാഹുവിലുള്ള ഈമാൻ എന്ന് പറഞ്ഞാൽ അവനിലും അവൻ്റെ കിതാബിലും അവൻ്റെ പ്രവാചകന്മാരിലും ഒക്കെയുള്ള ഈമാനാണ് അള്ളാഹുവിലുള്ള ഈമാൻ. അതും അന്ത്യനാളിലും യൗമുൽ ആഖിറിലുമുള്ള ഈമാനുണ്ടോ, എന്നിട്ട് നല്ല സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ, അവർക്കാണ് അള്ളാഹുവിൻ്റെ പ്രതിഫലമുള്ളത്, അവർക്കാണ് ഭയം വേണ്ടാത്തത്, അവരുടെ മേൽ ഭയമില്ല, അവർ ദുഃഖിക്കേണ്ട എന്നാണ് അള്ളാഹു പറയുന്നത്. ഇന്നല്ലദീന ആമനു, നിശ്ചയം വിശ്വാസികൾ. അല്ലദീന ആമനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദ് നബിയെ വിശ്വസിച്ച ആളുകൾ. ഫൽ മുറാദു മിനല്ലദീന ആമനു ഫി ഹാദിഹില്ലായ ഹുമുൽ മുസ്ലിമൂന അല്ലദീന സ്വദ്ദഖു ബിൻ നബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹാദ ലഖബുൻ ലിൽ ഉമ്മത്തിൽ ഇസ്ലാമിയ ഫി ഉർഫിൽ ഖുർആൻ. ഖുർആൻ ഇറങ്ങുമ്പോൾ ഖുർആൻ്റെ ഭാഷയിലും ഖുർആൻ്റെ കാലത്തും ഈ ഉമ്മത്ത് മുസ്ലിമെ ഉദ്ദേശിക്കാനാണ് അല്ലദീന ആമനു എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞത് ഇന്നല്ലദീന ആമനു എന്ന് പറഞ്ഞത് മുഹമ്മദ് നബിയുടെ കൂടെ കൂടിയ ആളുകളുണ്ടല്ലോ അവർ. അതുപോലെ വല്ലദീന ഹാദു, യഹൂദരായ ആളുകൾ. അവർക്ക് യഹൂദർ എന്നുള്ള പേര് വരുന്നത്, യഹൂദി എന്ന പേര് വരുന്നത് യഥാർത്ഥത്തിൽ പിൽക്കാലത്താണ്. പിൽക്കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ രാഷ്ട്രം, അവരുടെ സുശക്തമായ രാഷ്ട്രം, ദാവൂദ് അലൈഹി സ്വലാമിൻ്റെയും സുലൈമാൻ അലൈഹി സ്വലാമിൻ്റെ ഒക്കെ രാഷ്ട്രം. സുലൈമാൻ അലൈഹി സ്വലാമിൻ്റെ കാലത്താണ് അവരുടെ ഹൈക്കൽ സുലൈമാനി, അവരുടെ ഇസ്സത്തിൻ്റെയൊക്കെ പ്രതീകമായ ഹൈക്കൽ സുലൈമാനി, അതൊക്കെ ഉണ്ടാക്കിയത് സുലൈമാൻ അലൈഹി സ്വലാമിൻ്റെ കാലത്താണ്. അവരുടെ കാലശേഷം പിന്നീട് ഏതാണ്ട് 10-ാം നൂറ്റാണ്ടിൽ BC 10-ാം നൂറ്റാണ്ടിൽ ഈസാ അലൈഹി സ്വലാം ജനിക്കുന്നതിനും 10 നൂറ്റാണ്ട് മുമ്പ്, ഏതാണ്ട് 1000 വർഷത്തോളം മുമ്പ് അവരുടെ രാജ്യം ഡിവൈഡായി. 12 ഗോത്രമുള്ളത് 10 ഗോത്രങ്ങളുടെ ഒരു രാജ്യം, അതിനെയാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. 10 ഗോത്രങ്ങളുടെ നോർത്തേൺ കിങ്ഡം ഇസ്രായേൽ, സദേൺ കിങ്ഡം ജൂത, 2 ഗോത്രങ്ങളുടെ. ഒന്ന് യാക്കൂബ് അലൈഹി സ്വലാമിൻ്റെ യഹൂദ എന്ന ഒരു പുത്രനുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരുള്ള ഗോത്രമാണ് ഒരു ഗോത്രം, അതിനെയാണ് ട്രൈബ് ജൂത എന്ന് പറയുന്നത്. മറ്റൊരു ഗോത്രം ട്രൈബ് ബെഞ്ചമിനാണ്, യാക്കൂബ് അലൈഹി സ്വലാമിൻ്റെ മറ്റൊരു പുത്രനായ ബിന്യാമീൻ്റെ ഗോത്രം. ഈ 2 ഗോത്രങ്ങളും ചേർന്ന രാജ്യമാണ് ജൂത. ജൂത എന്ന ട്രൈബിൽ തന്നെയാണ് ദാവൂദ് അലൈഹി സ്വലാമൊക്കെ നേരത്തെ വന്നിരുന്നത്. അതുകൊണ്ട് വളരെ വലിയ ശക്തരായ ഗോത്രമാണിത്. പിന്നെ 10 ഗോത്രങ്ങൾ ചേർന്നുകൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന നോർത്തേൺ കിങ്ഡവും. ഈ നോർത്തേൺ കിങ്ഡം അസിറിയക്കാർ ഏതാണ്ട് 720 BC അറ്റാക്ക് ചെയ്ത സമയത്ത് ഇല്ലാതായിപ്പോയി. 10 ഗോത്രങ്ങളും നാമാവിശേഷമായിപ്പോയി. അവരെയാണ് ലോസ്റ്റ് ട്രൈബ്സ് ഓഫ് ഇസ്രായേൽ എന്ന് പറയുക. അവർ വിജാതീയരുമായി മിക്സ് ചെയ്ത് അവർ ഇല്ലാതായി. പിന്നെ ബാക്കിയായ 2 ട്രൈബാണ്. അവരേതാണ്ട് 580 കാലഘട്ടത്തിൽ, BC 580 കാലഘട്ടത്തിൽ ബാബിലോണിയൻ അറ്റാക്ക് ഉണ്ടാവുകയും ജെറുസലേം തകരുകയും
ഇവരെയൊക്കെ പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു, ബന്ദികളാക്കി, അടിമകളാക്കി. അങ്ങനെ അവർ ക്യാപ്റ്റിവിറ്റിയിൽ, ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റിയിൽ, ബാബിലോണിയക്കാരുടെ അടിമത്വത്തിൽ കഴിഞ്ഞു 40 വർഷക്കാലം. അതിനുശേഷം ബാബിലോണിയയെ പേർഷ്യയിലെ രാജാവ് കിങ് സൈറസ് അറ്റാക്ക് ചെയ്ത് കിങ് സൈറസ് ബാബിലോണിയ കീഴടക്കിയ സമയത്താണ് ഇവർക്ക് മോചനമുണ്ടാകുന്നത്, ഇവർ തിരിച്ചു വരുന്നത്. ഇവർ തിരിച്ചു വന്നതിന് ശേഷം പിന്നീട് ചരിത്രത്തിൽ ഇവരെ വിളിക്കുന്നത് ബനു ഇസ്രായേൽ എന്നല്ല, യഹൂദി എന്നാണ്. ഏത് ഗോത്രത്തിലെ ആളാണെങ്കിലും അവരെ യഹൂദികൾ എന്നാണ് വിളിക്കുന്നത്. കാരണം 2 ട്രൈബ് മാത്രമാണ് ബാക്കിയായത്. അത് രണ്ടും മിക്സായിട്ട് പിന്നെ യഹൂദി എന്ന ഒരൊറ്റ ട്രൈബായിട്ട് മാറി. അവരാണ് പിന്നീട് ബാക്കിയായത്. പല്ലദീന ഹാദു എന്ന് പറഞ്ഞാൽ യഹൂദരായ ആളുകൾ. അതുപോലെ നസ്വാറ, നസുറാനി എന്ന പദത്തിൻ്റെ പ്ലൂരൽ നസുറാനിയുൻ, അതിൻ്റെ പ്ലൂരലാണ് നസാറ. നമുക്ക് സുപരിചിതമായ വാക്കാണ്, കാരണം ഹീബ്രുവിൽ നിന്ന് കുറേ വാക്കുകൾ നമുക്ക് പരിചയമുണ്ട്. നമുക്ക് നേരിട്ട് ഹീബ്രുവിൽ നിന്നും അറാമൈക്കിൽ നിന്നും വന്ന വാക്കുകൾ ഇവിടുത്തെ ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ ഒരുപാടുണ്ട്. അങ്ങനെയാണ് യേശു എന്ന വാക്കൊക്കെ. ഹീബ്രുവിൽ യേശുവ എന്നാണ്, യേശുവ, അതിൽ നിന്നാണ് യേശു എന്ന വാക്കുണ്ടായത്. ഗ്രീക്കിലെ ഈസോസിൽ നിന്നാണ് ലാറ്റിനിലെ ഈസസ് എന്ന വാക്കും, അതിൽ നിന്നാണ് ഇംഗ്ലീഷിൽ ജീസസ് എന്ന വാക്കും ഉണ്ടായത്. പക്ഷെ നമ്മളിവിടെ യേശു എന്ന വാക്ക് നമുക്ക് ഹീബ്രുവിൽ നിന്ന് കിട്ടിയതാണ്. അതിൻ്റെ അർത്ഥം യഹോവയുടെ രക്ഷ എന്നോ യഹോവ രക്ഷിക്കുന്നു എന്നോ ഒക്കെയാണ് എന്ന് പറയപ്പെടുന്നു. പക്ഷേ നസാറ എന്ന് പറയുന്നത് ഈസാ അലൈഹി സ്വലാമിൻ്റെ ജന്മനാടാണ് നസാറ. ആ പേരിൽ ഒരു സെക്റ്റ്, ഒരു ഗ്രൂപ്പ് 1-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്നു. നസാറീൻസ് എന്നാണ് അവർ അറിയപ്പെട്ടിരുന്നത്. നസാറീൻസ് തൗറാത്തൊക്കെ അംഗീകരിച്ചുകൊണ്ട് യഹൂദരായിട്ടുള്ള ഈസാ അലൈഹി സ്വലാമിനെയും അംഗീകരിച്ചിരുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവരാണ് നാസറീൻസ്. അതിന് എഗൻസ്റ്റായിട്ട്, അല്ലെങ്കിൽ അതല്ലാത്ത മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിനാണ് നമ്മൾ പോളൈൻ ക്രിസ്ത്യാനിറ്റി എന്ന് പറയാം. വിജാതീയരായ ആളുകൾ, ജൂതരല്ലാത്ത ആളുകളെയൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് അന്ത്യോക്യയിൽ പൗലോസ് സ്ഥാപിച്ചിരുന്ന ഒരു സഭയുണ്ടായിരുന്നു. അവിടെയാണ് ആദ്യമായിട്ട് ക്രിസ്ത്യൻ എന്ന പദവും ഉണ്ടാകുന്നത്. ക്രൈസ്റ്റിൽ വിശ്വാസമുള്ള ആളുകൾ, ക്രൈസ്റ്റിൻ്റെ ആളുകൾ എന്നുള്ള പേരിൽ ഗ്രീക്കിൽ നിന്നുള്ള ക്രിസ്റ്റോസ് എന്ന പദം. അന്ന് ലോകത്തെ വലിയ ഭാഷ ഗ്രീക്കാണ്, വലിയ സംസ്കാരവും ഗ്രീക്ക് സംസ്കാരമാണ്. അലക്സാണ്ടർ ലോകം മുഴുവൻ ഒരു ഗ്രീക്ക് വൽക്കരണം നടത്താനുള്ള ശ്രമം നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പട്ടണങ്ങളൊക്കെ ഉണ്ടായത്. അലക്സാണ്ട്രിയ ഉണ്ടായത് അങ്ങനെയാണ്, അന്ത്യോക്യ ഉണ്ടായത്, ആൻറ്റിയോക്ക് ഉണ്ടായത് അങ്ങനെയാണ്. ഈ നാടുകളൊക്കെ അങ്ങനെ ഉണ്ടായതാണ്. ജെറുസലേം, അവിടെയൊക്കെ ഗ്രീക്കായിരുന്നു ഒഫീഷ്യൽ ഭാഷ, അല്ലെങ്കിൽ ഇന്ന് ഇംഗ്ലീഷൊക്കെ പോലെ ഉപയോഗിച്ചിരുന്ന ഭാഷ. അതുകൊണ്ടാണ് സുവിശേഷങ്ങളൊക്കെ ഗ്രീക്ക് ഭാഷയിൽ എഴുതിയത്. അപ്പോൾ ഒരു ഗ്രീക്ക് വൽക്കരണം നേരത്തെ നടന്നു കഴിഞ്ഞിരുന്നു. ഗ്രീക്ക് തത്വചിന്തയൊക്കെ വളരെ വ്യാപകമായിരുന്നു. അങ്ങനെ ജെൻറ്റൈൽസിനെ, വിജാതീയരായ ആളുകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പൗലോസ് ഉണ്ടാക്കിയിരുന്ന ഗ്രൂപ്പാണ്. അവരെയാണ് ആദ്യമായിട്ട് ക്രിസ്ത്യാനിറ്റി എന്ന പേര് വിളിച്ചിരുന്നത്, അവർക്കാണ്. എന്നാൽ നസാറ എന്ന പേര് വിളിച്ചിരുന്നത്, നാസറിൻസ് എന്ന പേരിൽ 1-ാം നൂറ്റാണ്ടിലൊരു ഗ്രൂപ്പ് നേരത്തെ ഉണ്ടായിരുന്നു, ജെറുസലേമിലുണ്ടായിരുന്നു. അപ്പോൾ ഒറിജിനലി അവരെയാണ് അൻ നസാറ എന്നുപയോഗിച്ചത്. പക്ഷേ പ്രവാചകൻ്റെ കാലത്തൊക്കെ ക്രിസ്ത്യാനികളെ മുഴുവൻ ഉപയോഗിക്കുന്നത് ഈ പേരിലാണ്, നസ്രാനിയുൻ എന്നുള്ള പേരിലാണ്. എന്നാൽ ചില അഭിപ്രായമുണ്ട്, ഇത് യഥാർത്ഥത്തിൽ തൗറാത്തൊക്കെ അംഗീകരിച്ച് ഈസയൊക്കെ അംഗീകരിച്ച് ഈസയുടെ ദിവ്യത്വം അംഗീകരിക്കാതിരുന്ന ഒരു ഗ്രൂപ്പിനെ ഉദ്ദേശിച്ചാണ് എന്ന അഭിപ്രായവുമുണ്ട്. അത്തരം ആളുകൾക്കാണ് പ്രവാചകനോട് നല്ല ബന്ധമുണ്ടായിരുന്നത്, വിശ്വാസികളോട് അടുപ്പമുള്ളവർ എന്ന് ഖുർആൻ പറഞ്ഞത് അവരെക്കുറിച്ചാണ് എന്നൊക്കെയുള്ള അഭിപ്രായമുണ്ട്. ഈ അഭിപ്രായം അമീദുദ്ദീൻ ഫറായി റഹ്മത്തുള്ള പങ്കുവെക്കുന്നുണ്ട്. ഈ അഭിപ്രായം അദ്ദേഹത്തിനുണ്ട്. അന്നസാറ എന്നുദ്ദേശിച്ചത് അങ്ങനത്തെ ക്രിസ്ത്യാനികളെയാണ്. എന്തായാലും ഇവിടെ ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലദീന ഹാദു, യഹൂദരുടെ കമ്മ്യൂണിറ്റി. ആദ്യം പറഞ്ഞു ഇന്നല്ലദീന ആമനു, വിശ്വാസികൾ, മുഹമ്മദ് നബിയുടെ കൂടെ കൂടിയവർ. അവരാകട്ടെ വല്ലദീന ഹാദു, യഹൂദരുടെ കൂട്ടത്തിലുള്ള ആളാകട്ടെ വന്നസാറ, ഇനി ക്രിസ്ത്യാനി അവരുടെ വിഭാഗത്തിൽപ്പെട്ട ആളാകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ. ഇനി വസ്വാബിയീൻ, സ്വാബീയങ്ങളാകട്ടെ. ആരാണ് സ്വാബീയങ്ങൾ എന്ന വിഷയത്തിലും ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇന്ന് ഇറാഖിലൊക്കെ ഉള്ള മൻഡിയൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന മാൻഡിയൻസ്, അവരെ അസാബിയൂൻ എന്ന് പറയുന്നുണ്ട്. അവർ പറയുന്നത് അവർ യഹ്യ നബിയുടെ
ആളുകളാണെന്നാണ്. അവർ നൂഹിനെയും ആദത്തെയൊക്കെ അംഗീകരിക്കുന്നു. എന്നാൽ ഇസ്രായേൽ പരമ്പരയിൽ വരുന്ന ഒരുപാട് പേരെ അംഗീകരിക്കുന്നില്ല. അവർ അഹ്ലു കിതാബിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ അഹ്ലു കിതാബിൽ ഉൾപ്പെടുത്തി സാബിയങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന വേറെയും കമ്മ്യൂണിറ്റികൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പ്രവാചകൻ്റെ കാലത്ത് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് മക്കയിലെ മുശ്രിക്കുകൾ അങ്ങനെ സാബികളാണ് എന്ന് ആരോപണം നടത്തിയിരുന്നു. അപ്പോൾ അവർക്ക് പരിചയമുള്ളൊരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു, അന്നത്തെ ഇറാഖിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സാബികളാകട്ടെ, നസാറാക്കളാകട്ടെ, യഹൂദരാകട്ടെ, ഇനി അതല്ല മുഹമ്മദ് നബിയുടെ കൂടെ കൂടി ആകട്ടെ, മൻ ആമനബില്ല, ആരായാലും ആർക്കാണോ അള്ളാഹുവിൽ ഈമാനുള്ളത്, യൗമുൽ ആഖിറിൽ ഈമാനുള്ളത്, മൻ ആമന ബില്ലാഹി വല്യൗമിൽ ആഖിരി വഅമില സ്വാലിഹൻ, ആർക്കാണോ സൽക്കർമ്മമുള്ളത്, നല്ല പ്രവർത്തികൾ ആരാണോ ചെയ്യുന്നത്, ഫലഹും അജുർഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അവർക്കവരുടെ റബ്ബിൻ്റെ അടുക്കൽ അജുറുണ്ട്, അവരുടെ കാര്യത്തിൽ ഭയമില്ല, അവർ ദുഃഖിക്കേണ്ടതുമില്ല. അപ്പോൾ എന്താണ് വിജയത്തിൻ്റെ അടിസ്ഥാനം എന്താണ് എന്ന് പറയുകയാണ്. അള്ളാഹുവിലുള്ള ഈമാൻ എന്ന് പറയുമ്പോൾ അള്ളാഹുവിലും നബിമാരിലും കിതാബിലും ഒക്കെ ഉള്ള ഈമാൻ അതിൽ പെട്ട് കഴിഞ്ഞു. യൗമുൽ ആഖിറിലുള്ള ഈമാൻ, അമലുസാലിയാത്ത്, ഇതൊക്കെയാണ് അടിസ്ഥാനം. അത് യഹൂദ ഗോത്രത്തിൽപ്പെട്ടുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെടുമെന്നോ, നസാറ ആയതുകൊണ്ട് അതിൽപ്പെട്ടതുകൊണ്ട് രക്ഷപ്പെടുമെന്നോ എന്നൊന്നും കരുതണ്ട. മുഹമ്മദ് നബിയുടെ കൂടെ കൂടിയവർ അവരും കരുതണ്ട മുഹമ്മദ് നബിയുടെ കൂടെ കൂടി എന്നുള്ളത് കൊണ്ട് രക്ഷപ്പെടുമെന്ന്. പക്ഷേ ഇതാണ് അടിസ്ഥാനം എന്ന് പറയാണ്. ഇതിന് ശേഷം പറയുന്നു, വൈദ് അഹദിന മീസാക്കും വറഫഅന ഫൗക്കക്കും മുത്തൂർ, വീണ്ടും അള്ളാഹു അവരുടെ കരാറിനെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ വക്കൽ നിന്നും കരാർ വാങ്ങിയപ്പോൾ, എന്നിട്ട് വറഫഅന ഫൗക്കക്കും മുത്തൂർ, തൂർ പർവ്വതത്തെ നിങ്ങൾക്ക്, അഥവാ സീനാ പർവ്വതത്തെ, മൗണ്ട് സീനയെ നിങ്ങൾക്ക് മുകളിൽ ഉയർത്തി. ഒരു സിമ്പൽ എന്നുള്ള നിലയിലാണിത് പറയുന്നത് എന്നും ലിറ്ററലി തന്നെ അള്ളാഹു ഉയർത്തിയെന്നും പറയുന്നതുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് വിശദീകരിക്കാം. ഖുദൂ മാ ആതൈനാക്കും ബിഖുവ, അള്ളാഹു പറഞ്ഞു നിങ്ങൾക്ക് നൽകിയത് വളരെ ഫേംലി നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. വദ്കുറു മാഫിഹി, നിങ്ങൾക്ക് നൽകിയ നിയമമൊക്കെ നിങ്ങൾ സ്മരിക്കണം, അത് പഠിക്കണം, അത് പ്രാവർത്തികമാക്കണം. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായേക്കാം. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളോട് നാം കരാർ വാങ്ങിയിരുന്നു. ആ കരാറിൻ്റെ സിമ്പൽ എന്നുള്ള നിലക്ക് തൂർ പർവ്വതം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളും ആ പർവ്വതത്തിൽ നാം കാണിച്ചു തന്നിരുന്നു. അത് നിങ്ങൾക്ക് മുകളിൽ നാം ഉയർത്തിയിരുന്നു. എന്നിട്ട് അള്ളാഹു പറയുന്നു എന്താണ് പിന്നെ സംഭവിച്ചത്? നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അള്ളാഹു അവരെ വീണ്ടും റിമൈൻഡ് ചെയ്യാണ്. സുമ്മ തവല്ലയിത്തും, അനന്തരവും നിങ്ങൾ പിന്തിരിഞ്ഞു. മിൻ ബഅദി ദാലിക, അതിനുശേഷം നിങ്ങൾ പിന്തിരിഞ്ഞു. ഫലൗലാ ഫളുലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു, അള്ളാഹുവിൻ്റെ ഫളുൽ, ഔദാര്യവും അവൻ്റെ റഹ്മത്തും അവൻ്റെ കാരുണ്യവും നിങ്ങൾക്ക് മേലില്ലായിരുന്നെങ്കിൽ ലകുന്തും മിനൽ ഖാസിരീൻ, നിങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകുമായിരുന്നു. നിങ്ങൾ കരാർ ലംഘനം നടത്തുകയൊക്കെ ചെയ്തപ്പോൾ പലപ്പോഴായിട്ട് അവൻ്റെ റഹ്മത്ത് നിങ്ങളുടെ മേലുണ്ടായി, അവൻ്റെ കാരുണ്യം വർഷിച്ചു, അവൻ നിങ്ങൾക്ക് പുറത്തു തന്നു, വീണ്ടും പ്രവാചകന്മാരെ അയച്ചു, നിഅമത്തുകൾ ചെയ്തു. എല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്നേ നഷ്ടക്കാരിൽ പെട്ടുപോയേനെ. ലകുന്തും മിനൽ ഖാസിരീൻ, നിങ്ങൾ നഷ്ടക്കാരിൽ പെടുമായിരുന്നു. വലഖദ് അലിംതുമുല്ലദീന അഅ്തദൗ മിൻകും ഫിസ്സബ്തി, നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾക്ക് നന്നായി അറിയാം. അല്ലദീന അഅ്തദൗ മിൻകും, നിങ്ങളിൽ നിന്ന് പരിധി ലംഘിച്ചവരെ ഫിസ്സബ്തി, സബ്ത്ത് നാളിൽ, യൗമുസ്സബ്ത്തിൽ, അവരോട് നിങ്ങൾ പണിക്കൊന്നും പോകരുത് എന്ന് പറഞ്ഞ അവരുടെ ജുമുഅ ദിവസം, അവരുടെ ശനിയാഴ്ച നാളിൽ, അന്നവർക്ക് വിലക്കിയതാണ്, പണിയൊക്കെ വിലക്കിയതാണ്. നമുക്ക് അത്തരത്തിലുള്ള വിലക്കില്ല. നമുക്ക് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ മാത്രമേ കച്ചവടത്തിനൊക്കെ വിലക്കുള്ളൂ. അതുവരെ കച്ചവടം ചെയ്യാം, നിസ്കാരം കഴിഞ്ഞാലും കച്ചവടമൊക്കെ ചെയ്യാം. പക്ഷെ അവർക്ക് ആ നാളിൽ മുഴുവനും ഒരു പണിയും എടുക്കാൻ പാടില്ലായിരുന്നു. നമ്മളോട് പറഞ്ഞത് വൈദാ നൂദി അലി സ്വലാത്തി, സ്വലാത്തിന് വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിന് ശേഷമാണ് നിങ്ങൾ കച്ചവടമൊക്കെ നിർത്തേണ്ടത്. അതുപോലെ സലാത്ത് കഴിഞ്ഞാൽ ഫന്തശിറു ഫിൽ അർള്, ഭൂമിയിൽ നിങ്ങൾ വ്യാപൃതരാകാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവരുടെ നിയമം, അവർക്ക് ആ ദിവസം ഒരു പണിയും എടുക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ എന്നിട്ടും അത് പരിധി ലംഘിച്ചൊരു കമ്മ്യൂണിറ്റി ഉണ്ടായി. അവർ നിരന്തരം പണിയെടുത്തുകൊണ്ടിരുന്നു. അവരിതൊന്നും കൂട്ടാക്കിയില്ല. അങ്ങനെ ആ കമ്മ്യൂണിറ്റിയെ അള്ളാഹു ശിക്ഷിച്ചു. ഫഖുൽന, നാം അവരോട് പറഞ്ഞു, അഥവാ അവർക്ക് വിധിച്ചു. ഫഖുൽന ലഹും കൂനു ഖിറദത്തൻ, നിങ്ങൾ കുരങ്ങരാകൂ എന്ന് അവരുടെ മേൽ വിധിയുണ്ടായി. ഖാസീൻ, അഥവാ നിന്ദ്യരാകൂ എന്ന് പറഞ്ഞു. അവരെ നിന്ദ്യരാക്കി, അവരെ ഒരു ഗുണപാഠമാക്കി മാറ്റി. പിൽക്കാലത്ത് വരുന്ന ആളുകൾക്ക് ഒരു റിമൈൻഡറാക്കി, ഒരു ഗുണപാഠമാക്കി. ഫജഅൽനാഹ,
അതിനെ നാം ആക്കി നക്കാലല്ലിമാ ബൈന യദൈഹ, അവരുടെ ഇടയിലുള്ളവർക്കുള്ള ഒരു ഒരു ഗുണപാഠമാക്കി. വമാ ഖൽഫഹ, അവർക്ക് ശേഷം വരുന്നവർക്കും ഉള്ള ഒരു ഗുണപാഠം. അതുപോലെ മുത്തക്കീങ്ങൾക്കുള്ള ഒരു മൗഇലത്തും, ഒരു നല്ല വഅലും നല്ലൊരു ഉപദേശവുമാക്കി. മുത്തക്കീങ്ങൾക്ക് നല്ലൊരു ഉപദേശം. എന്താണ് സംഭവിക്കുക പരിധി ലംഘിച്ചാൽ എന്നുള്ളത്, മുത്തക്കീങ്ങൾക്ക് പരിധി ലംഘിച്ചില്ലെങ്കിലുള്ള നിഅമത്തുകളും പരിധി ലംഘിച്ചാലുള്ള ശിക്ഷയും, അവർക്കൊരു മൗഇലത്തും അതിനെ ആക്കി. ഇതിൻ്റെ വിശദാംശവും വരുന്ന ആയത്തുകളൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം ചർച്ച ചെയ്യാം. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.